ഹായ് ഡിയേഴ്സ്, ഗ്രീൻ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ഏറ്റവും നല്ലൊരു ജൈവവളമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ അടിവളം കൊടുത്തതൊക്കെ കുറഞ്ഞു പോയി കഴിഞ്ഞാലും ഈ ഒരു വളം പ്രയോഗിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് പൂക്കളാകുകയും വലിയ കായകളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ടൈം കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫെർട്ടിലൈസർ ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് തണ്ണിമത്തനാണ്. തണ്ണിമത്തൻ ഇപ്പോൾ ഈ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ മാർക്കറ്റിലെ എല്ലാ കടയിലും ധാരാളമായിട്ട് വില കുറഞ്ഞ രീതിയിൽ തന്നെ തണ്ണിമത്തൻ നമുക്കിപ്പോൾ ലഭ്യമാണ്. തണ്ണിമത്തനിൽ ചെടികൾക്ക് ആവശ്യമായ പല തരത്തിലുള്ള ന്യൂട്രിയൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. പൊട്ടാസ്യം, മാഗ്നീഷ്യം, പിന്നെ വിറ്റാമിൻ എയും സിയും ഇതൊക്കെ ധാരാളമായിട്ട് തണ്ണിമത്തനിൽ അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം പൂക്കളുടെയും ചെടികളുടെയും നല്ലൊരു ആരോഗ്യത്തിനും നല്ലൊരു വളർച്ചയ്ക്കും ഒക്കെ സഹായകമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ആ മധുരമുള്ള ഭാഗങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം വലിച്ചെറിഞ്ഞ് കളയുന്ന ഈ പുറന്തോട് കൊണ്ടാണ്. അപ്പോൾ ഈ വളം ഉണ്ടാക്കാനായിട്ട് തണ്ണിമത്തൻ്റെ ഏറ്റവും പുറമേയുള്ള കട്ടിയുള്ള തൊലി ഉണ്ടല്ലോ, അത് നമുക്കങ്ങോട്ട് മുറിച്ച് കളയാം. ഇങ്ങനെ എടുത്ത ഈ തണ്ണിമത്തൻ ഉണ്ടല്ലോ, നമുക്കതിനെ പരമാവധി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. നമുക്ക് വെള്ളത്തിൽ ശരിക്കും അലിഞ്ഞ് ചേരുന്നതിന് വേണ്ടിയിട്ടാണ് മാക്സിമം ചെറുതാക്കി നമ്മളിങ്ങനെ മുറിച്ചെടുക്കുന്നത്. ഇനി ഈ മുറിച്ചെടുത്ത കഷ്ണങ്ങളെല്ലാം ഒരു പ്ലാസ്റ്റിക് കുപ്പിയിലേക്ക് മാറ്റണം. അതിനുശേഷം ഈ തണ്ണിമത്തനെല്ലാം മൂടത്തക്ക വിധത്തിൽ നെകയ്ക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുക. ഇനി ഈ കുപ്പിയെ ഒരു 7 ദിവസത്തേക്ക് നല്ല എയർ ടൈറ്റായിട്ട് അടച്ചു വയ്ക്കണം. 2 ദിവസം കൂടുമ്പോൾ ഒന്ന് ഇളക്കി കുടിക്കുകയോ അല്ലെങ്കിൽ കുപ്പി ഒന്ന് കുലുക്കി കുടിക്കുകയോ ചെയ്യേണ്ടതാണ്. 7 ദിവസത്തിന് ശേഷം നല്ല അടിപൊളി വളം നമുക്കിവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അരിച്ചെടുക്കുകയാണ് വേണ്ടത്. മറ്റു വളപ്രയോഗങ്ങൾ ചെയ്യുന്ന പോലെ തണ്ണിമത്തൻ വെട്ടി നുറുക്കി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചെടിയുടെ ചുവട്ടിലിട്ട് കൊടുത്താലും ചെടിക്ക് ഗുണം തന്നെയാണ്. എങ്കിൽ തന്നെയും നേരിട്ടിത് ചെടിയിൽ ചുവട്ടിലിട്ട് കൊടുത്താൽ പ്രാണിശല്യം ഉണ്ടാവുകയും ചെടിക്ക് അത് വലിച്ചെടുക്കാൻ ദിവസങ്ങൾ കൂടുതലെടുക്കുകയും ചെയ്യും. എന്നാൽ സ്ലറി രൂപത്തിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ചെടി അത് പെട്ടെന്ന് വലിച്ചെടുക്കുകയും പൂവും കായും വേഗത്തിലുണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ വളത്തിന് ഇപ്പോൾ വീര്യം കൂടുതലായതിനാൽ 5 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ട് വേണം ചെടികൾക്കും പച്ചക്കറികൾക്കും എല്ലാം ഒഴിക്കാൻ. വെള്ളം എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പൈപ്പിൽ നിന്ന് വരുന്ന ക്ലോറിൻ ചേർന്ന വെള്ളം പരമാവധി ഒഴിവാക്കുക. അത് മാത്രമുള്ളവരാണ് എങ്കിൽ തലേ ദിവസം തന്നെ വളം ഉണ്ടാക്കാനുള്ള വെള്ളം എടുത്ത് വെച്ചിട്ട് വേണം ഉപയോഗിക്കാൻ. അപ്പോൾ അതേ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ പാകത്തിൽ നമുക്കൊരു അടിപൊളി വളം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അത് ഈ വേനൽക്കാലത്തെ തണ്ണീർമത്തൻ നമുക്കൊക്കെ ധാരാളമായിട്ട് കിട്ടുന്നൊരു സമയമാണ്. അപ്പം നിങ്ങളൊക്കെ ഇനി തണ്ണീർമത്തൻ ഉപയോഗിച്ചതിന് ശേഷം ബാക്കി വരുന്ന ഈ പുറന്തേല് വലിച്ചെറിഞ്ഞ് കളയാതെ തീർച്ചയായിട്ടും ഇതുകൊണ്ട് ഫെർട്ടിലൈസർ ഉണ്ടാക്കുക, നിങ്ങളുടെ ചെടികൾക്ക് ഒഴിക്കുക, ചെടികളെല്ലാം നല്ല രീതിയിൽ വളർത്തിയെടുക്കുക കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉപകാരപ്രദമായെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമാണ് അടുത്ത തവണ ഞാൻ വീഡിയോ ഇടുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയും വീഡിയോ ഒന്നും മിസ്സാവാതെ കാണാൻ പറ്റുകയും ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫ്രം റീന.